In this lecture, we will discuss about transistor configurations. So, transistor എന്താണെന്ന് പഠിച്ചു, different type of transistors, അതിൻ്റെ വർക്കിംഗ് നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ട്രാൻസിസ്റ്ററിൻ്റെ കോൺഫിഗറേഷൻസ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. സോ ട്രാൻസിസ്റ്ററിൻ്റെ കോൺഫിഗറേഷൻസ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻസ് മീൻസ് നമുക്കൊരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്കതിന് ഒരു ഇൻപുട്ട് വേണം, ഒരു ഔട്ട്പുട്ട് വേണം. സോ നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സിനെ നമുക്ക് 3 രീതിയിൽ കോൺഫിഗർ ചെയ്യാം. അതായത് ഫസ്റ്റ് വൺ കോമൺ ബേസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ CB, ദെൻ സെക്കൻഡ് വൺ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, ദെൻ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. അപ്പോൾ 3 രീതിയിൽ നമുക്ക് ട്രാൻസിസ്റ്ററിനെ കോൺഫിഗർ ചെയ്യാം. സോ നമ്മൾ കോൺഫിഗറേഷൻ മീൻസ് ഇപ്പോൾ ഇവിടെ കോമൺ ബേസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ബേസ് ആണ് അവിടുത്തെ കോമൺ ടെർമിനൽ. സോ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എമിറ്ററാണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കളക്ടറാണ്. സോ നമുക്ക് എവിടെയാണ് അതിൻ്റെ ഇൻപുട്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഔട്ട്പുട്ട് എവിടെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ആ രീതിയിൽ നമ്മൾ ട്രാൻസിസ്റ്ററിനെ കോൺഫിഗർ ചെയ്യും. സോ അത് 3 ടൈപ്സ് ഉണ്ട്: കോമൺ ബേസ്, കോമൺ എമിറ്റർ ആൻഡ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. എങ്കിലും നമ്മൾ എന്താണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ ചെയ്യുന്നത്, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എങ്ങനെയാണ്, ഇത് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് കോൺഫിഗറേഷൻ കോമൺ ബേസ് കോൺഫിഗറേഷൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞു ബേസ് കോൺഫിഗറേഷൻ മീൻസ് കോമൺ ടെർമിനൽ ഇവിടെ കോമൺ എന്ന് പറയുന്നത് ബേസ് ആണ്, ഇൻപുട്ട് ടെർമിനൽ എന്ന് പറയുന്നത് എമിറ്റർ ആണ്, ദെൻ ഔട്ട്പുട്ട് ടെർമിനൽ എന്ന് പറയുന്നത് കളക്ടറാണ്. ഔട്ട്പുട്ട് ഈസ് കളക്ടർ. സോ നമുക്ക് നമ്മുടെ ഒരു NPN ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യാം. ഒരു NPN ട്രാൻസിസ്റ്റർ. സോ ദിസ് ഈസ് ദ NPN ട്രാൻസിസ്റ്റർ. എമിറ്റർ ടെർമിനൽ, ദിസ് ഈസ് ദ കളക്ടർ ടെർമിനൽ ആൻഡ് ദിസ് ഈസ് ദ ബേസ് ടെർമിനൽ. സോ ഈ ഒരു കോൺഫിഗറേഷൻ, then emitter, this is the base and this is the collector. Common base means നമ്മൾ ആ ഒരു റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കോമൺ പോയിന്റ് ആയിട്ട് എടുക്കുന്നത് ബേസ് ആണ്. സോ ഞാൻ അതിനെ ഒന്ന് ഗ്രൗണ്ട് ചെയ്തു. ദെൻ നമുക്കറിയാം എമിറ്റർ ടെർമിനലുണ്ട്, അതാണ് നമ്മുടെ ഇൻപുട്ട് ടെർമിനൽ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കളക്ടർ ടെർമിനലാണ്. സോ നമ്മളിവിടെ ഇതിനെ ബയാസിങ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു റൂൾ നമ്മൾ ഓർത്ത് വെച്ചേക്കുക. എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ചെയ്യുക, കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ കോൺഫിഗറേഷനും നമുക്ക് ബയാസിങ് ചെയ്യാം. സോ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ബയാസിങ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഇൻപുട്ട് ടെർമിനലിലും കോമൺ ടെർമിനൽ അക്രോസ് ആണ് ഒരു ബയാസിങ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇതാണ് ഇൻപുട്ട് ടെർമിനൽ, കോമൺ ടെർമിനൽ. സോ ഇൻപുട്ടിനും കോമണിനും അക്രോസ് നമുക്കൊരു ബയാസിങ് കണക്ട് ചെയ്യണം. ദെൻ അടുത്ത ബയാസിങ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിനും കോമൺ ടെർമിനലിനും അക്രോസ്, അതായത് കളക്ടറിനും ബേസിനും അക്രോസ് ആണ് അടുത്ത സപ്ലൈ യൂസ് ചെയ്യേണ്ടത്. സോ ഇൻപുട്ടിനും കോമണിനും അക്രോസ്, അടുത്തത് കളക്ടർ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനും കോമണിനും അക്രോസ്. അപ്പോൾ സോ കോമൺ ബേസ് കോൺഫിഗറേഷൻ മീൻസ് ബേസ് ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് എമിറ്റർ ആണ്, കളക്ടർ എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. സോ നമ്മൾ ബയാസിങ് കണക്ട് ചെയ്യേണ്ടതും ഇൻപുട്ടിനും കോമണിനും അക്രോസ്, ഔട്ട്പുട്ടിനും കോമണിനും അക്രോസ്. സോ ഇവിടെ 2 ബയാസിങ് കണക്ട് ചെയ്യണം. ബയാസിങ് കണക്ട് ചെയ്യുന്ന നേരത്ത് എമിറ്റർ റീജിയൻ ഫോർവേഡ് ആയിരിക്കണം. സോ ദിസ് ഈസ് ആൻ NPN ട്രാൻസിസ്റ്റർ. സോ ഇവിടെ N ആണ്, ബേസ് P ആണ്, കളക്ടർ എന്ന് പറയുന്നത് N ആണ്. എമിറ്റർ ഫോർവേഡ് ബയാസ് മീൻസ് N ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. സോ ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ടെർമിനൽ പോസിറ്റീവ് ആയിരിക്കും. സോ നമ്മൾ ആ ബയാസിങ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ കളക്ടർ റിവേഴ്സ് ബയാസ് ആണ് ചെയ്യേണ്ടത്. സോ കളക്ടർ എന്ന് പറയുന്നത് N ആണ്, റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. സോ അടുത്ത ടെർമിനൽ നെഗറ്റീവ് ആയിരിക്കും. സോ ഈ രീതിയിലാണ് നമ്മൾ കോൺഫിഗറേഷൻ, ഒരു സിമ്പിൾ CB കോൺഫിഗറേഷൻ ആണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ദെൻ നമുക്ക് അടുത്ത കോൺഫിഗറേഷൻ നോക്കാം, CE കോൺഫിഗറേഷൻ. സോ നെക്സ്റ്റ് ഈസ് CE configuration. So here emitter is common to both input and output. So emitter ആണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ടുള്ളത്. So emitter is the common terminal and base is the input terminal, collector is the output terminal. So ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ട്രാൻസിസ്റ്ററിനെ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കുവാണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമുക്ക് ട്രാൻസിസ്റ്ററിനെ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. സോ എമിറ്റർ ആണ് ഇവിടുത്തെ കോമൺ ടെർമിനൽ,
സോ ആ രീതിയിൽ കിട്ടാൻ വേണ്ടി ഞാനൊന്ന് എമിറ്ററിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. സോ എമിറ്ററിനെ ഗ്രൗണ്ട് ചെയ്തു. ദാറ്റ് ഈസ് എ കോമൺ ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് എടുക്കേണ്ടത് കോമൺ ആണ്. ദിസ് ഈസ് ദ കളക്ടർ ടെർമിനൽ. സോ ട്രാൻസിസ്റ്റർ വരച്ചു. ഇതാണ് എമിറ്റർ കോമൺ ടെർമിനലാക്കി വരച്ചു. എമിറ്റർ ഗ്രൗണ്ട് ചെയ്തു. ദെൻ നമുക്കറിയാം ഇൻപുട്ട് ബേസ് ആണ്, ഔട്ട്പുട്ട് കളക്ടറാണ്. ഇൻപുട്ട് ബേസ്, ഔട്ട്പുട്ട് കളക്ടർ. സോ നമുക്ക് ബയാസിങ് അപ്ലൈ ചെയ്യേണ്ടത് ഇൻപുട്ടിനും എമിറ്ററിനും അക്രോസ് ആണ്, അല്ലെങ്കിൽ ഇൻപുട്ടിനും കോമൺ ടെർമിനൽ അക്രോസ് ആണ്. സോ ഫസ്റ്റ് ബയാസിങ് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് ബയാസിങ് ഔട്ട്പുട്ടിനും കോമൺ ടെർമിനലും അക്രോസ്. സോ ഔട്ട്പുട്ട് കളക്ടറാണ്, കോമൺ ടെർമിനൽ എമിറ്ററാണ്. സോ ഇതിന് അക്രോസ് ആണ് അടുത്ത ടെർമിനൽ കണക്ട് ചെയ്യേണ്ടത്. സോ ഇനി കണക്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ റോള് നമുക്കറിയാം, എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം, കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കണം. ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. സോ ഇവിടെ നോക്കുക, എമിറ്റർ ജംഗ്ഷൻ അല്ലെങ്കിൽ ഇൻപുട്ട് സൈഡിൽ എമിറ്റർ ജംഗ്ഷൻ നോക്കുക, അതിനെ നമ്മൾ ഫോർവേഡ് ബയാസ്ഡ് ആക്കണം. സോ ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബേസ് മീൻസ് N ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. സോ അതർ ടെർമിനൽ പോസിറ്റീവ് ആയിരിക്കും. ദെൻ കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ N ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്, അതർ ടെർമിനൽ നെഗറ്റീവ് ആയിരിക്കും. കാരണം കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈഡ് റിവേഴ്സ് ബയാസ്ഡ്. N റീജിയൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. സോ ഈ രീതിയിലാണ് നമ്മൾ ബയാസിങ് ചെയ്യുന്നത്. ദെൻ നമുക്ക് അടുത്ത പറയാനുള്ളത് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ്. സോ CC കോൺഫിഗറേഷൻ മീൻസ് കോമൺ ടെർമിനൽ എന്ന് പറയുന്നത് കളക്ടറാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ഈസ്, സോ നമ്മൾ കോമൺ എമിറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം, ഇവിടെ നമുക്ക് ഇൻപുട്ട് ടെർമിനൽ എന്ന് പറയുന്നത് IB തന്നെയാണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് IU ആണ്. സോ ഇൻപുട്ട് ടെർമിനൽ ഈസ് IB ആൻഡ് ഔട്ട്പുട്ടാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് IC, അല്ലെങ്കിൽ ടെർമിനൽ വെച്ച് പറയുകയാണെങ്കിൽ ബേസ്. ഇൻപുട്ട് ടെർമിനൽ ഈസ് ബേസ് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽ ഈസ് എമിറ്റർ. സോ ഈ രീതിയിലാണ് നമ്മൾ കോമൺ കളക്ടർ പറയുന്നത്. സോ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ വരയ്ക്കാനും എളുപ്പമാണ്. കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമ്മൾ കളക്ടറാണ് കോമൺ ടെർമിനലായിട്ട് വരേണ്ടത്. സോ നമ്മൾ കളക്ടർ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കളക്ടർ കോമൺ ആവുന്ന രീതിയിൽ ട്രാൻസിസ്റ്ററിനെ വരയ്ക്കുക. സോ ദിസ് ഈസ് ദ എമിറ്റർ, ദിസ് ഈസ് ദ കളക്ടർ, എമിറ്റർ കളക്ടർ ആൻഡ് ദിസ് ഈസ് ദ ബേസ് ടെർമിനൽ. സോ ഇവിടെ ഇൻപുട്ട് ബേസ് ആണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എമിറ്റർ ആണ്. സോ കോമൺ ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുക. സോ കോമൺ ടെർമിനൽ ഷുഡ് ബി ഗ്രൗണ്ടഡ്. ദെൻ ഇൻപുട്ട് ഈസ് ബേസ് ആൻഡ് എമിറ്റർ ഈസ് കളക്ടർ. എമിറ്റർ ഈസ് ദ ഔട്ട്പുട്ട് ടെർമിനൽ. സോ നമ്മൾ ബയാസിങ് കണക്ട് ചെയ്യേണ്ടത് ഇൻപുട്ടിനും കളക്ടറിനും അക്രോസ് ആണ്, ഇൻപുട്ടിനും കളക്ടറിനും അക്രോസ്. ദെൻ അടുത്തത് ഔട്ട്പുട്ടിനും കോമൺ ടെർമിനൽ അക്രോസ്. സോ ഔട്ട്പുട്ടിനും കോമൺ ടെർമിനൽ അക്രോസ് വേണം. അടുത്ത ബയാസിങ് കണക്ട് ചെയ്യാൻ ഇൻപുട്ടിനും കളക്ടറിനും അക്രോസ് വേണം ഈ ഒരു ബയാസിങ് നമ്മൾ കണക്ട് ചെയ്യാൻ. സോ നമുക്ക് ബയാസിങ് ചെയ്യാം. ഇൻപുട്ടിനും കോമൺ ടെർമിനലിനും അക്രോസ് ആണ് നമ്മൾ ഒരു കണക്ഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബയാസിങ് ചെയ്യേണ്ടത്. സോ ഇൻപുട്ട് നമുക്കറിയാം NPN ട്രാൻസിസ്റ്റർ ആണ്, NP ആൻഡ് N. സോ എമിറ്റർ റീജിയൻ നമുക്കറിയാം ഫോർവേഡ് ബയാസ്ഡ് ആണ്, കളക്ടർ റീജിയൻ റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ നമ്മളിവിടെ കണക്ട് ചെയ്യുമ്പോൾ എമിറ്റർ റീജിയൻ ഇവിടെ വരുമ്പോൾ എമിറ്റർ റീജിയൻ ഇതാണ്, ദാറ്റ് ഈസ് N ഷുഡ് ബി കണക്റ്റഡ് ടു നെഗറ്റീവ് ആൻഡ് ദ അതർ ടെർമിനൽ ഈസ് പോസിറ്റീവ്. N ഈസ് കണക്റ്റഡ്, എമിറ്റർ ഫോർവേഡ് ബയാസ്ഡ് ആവുന്ന രീതിയിൽ. ദെൻ കളക്ടർ റീജിയൻ റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കണം. സോ ഈ N എന്ന് പറയുന്നത് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. ദെൻ ബേസ് എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്, ദാറ്റ് ഈസ് P ആണ്. P ഷുഡ് ബി കണക്റ്റഡ് ടു നെഗറ്റീവ്. സോ കളക്ടർ റിവേഴ്സ് ബയാസ്ഡ്. സോ ഈ രീതിയിൽ നമ്മൾ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ നമ്മൾ ചെയ്യും. ദെൻ നമുക്ക് ഇവിടുന്ന് ഓരോന്നിനകത്തുനിന്ന് നമുക്ക് ഇൻപുട്ട് ടെർമിനലും ഔട്ട്പുട്ട് ടെർമിനലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ തന്നെയാണ്. സോ നമുക്ക് നോക്കാം, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലോട്ട് തന്നെ പോവാം. സോ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, അതേപോലെ തന്നെ നമുക്ക് ആംപ്ലിഫയർ പഠിക്കാനുണ്ട്, കോമൺ എമിറ്റർ ആംപ്ലിഫയർ. സോ കോൺഫിഗറേഷൻ ഒരു മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കോൺഫിഗറേഷൻ ആണ്. സോ നമുക്കത് വീണ്ടും ഒന്നുകൂടെ വരയ്ക്കാം.
ഒരു സിമ്പിൾ സി കോൺഫിഗറേഷൻ തന്നെ ആദ്യം വരയ്ക്കാം. സോ ട്രാൻസിസ്റ്റർ വരയ്ക്കുക. Emitter is the common terminal and base is the input terminal and collector is the output terminal. So ഈ രീതിയിലാണ്. സോ എമിറ്ററെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുക. ദാറ്റ് ഈസ് എ കോമൺ ടെർമിനൽ, അത് ഗ്രൗണ്ട് ചെയ്തു. ബേസ് ഇൻപുട്ട് ആണ്, ദെൻ കളക്ടർ ഈസ് ദ ഔട്ട്പുട്ട്. NPN ട്രാൻസിസ്റ്റർ ആണ്. സോ NPN. നമ്മൾ ബയാസിങ് കണക്ട് ചെയ്യേണ്ടത് എവിടെയാണ്? ബയാസിങ് കണക്ട് ചെയ്യേണ്ടത് ഇൻപുട്ടിനും, അതായത് ബേസിനും കോമൺ ടെർമിനലിനും എക്രോസ് ആണ്. സോ ഈ കോമൺ ടെർമിനൽ എക്രോസ് നമ്മളൊരു ബയാസിങ് കണക്ട് ചെയ്തു. ബയാസിങ് കണക്ട് ചെയ്യുമ്പോൾ എമിറ്റർ റീജിയൻ ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം. സോ N ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്, അതർ ടെർമിനൽ പോസിറ്റീവ്. ദെൻ അടുത്ത ബയാസിങ് നമ്മൾ ഔട്ട്പുട്ടിനും, അതായത് കളക്ടറിനും കോമൺ ടെർമിനലിനും എക്രോസ് ആണ്. സോ കോമൺ ടെർമിനൽ എന്ന് പറയുന്നത് എമിറ്റർ ആണ്, അതിന് എക്രോസുമാണ് കണക്ട് ചെയ്യേണ്ടത്. ആൻഡ് ദ കളക്ടർ ഷുഡ് ബി റിവേഴ്സ് ബയാസ്. സോ N ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്, അതർ ടെർമിനൽ ഈസ് നെഗറ്റീവ്. ദെൻ ഈ രീതിയിൽ നമ്മൾ ബയാസിങ് ചെയ്തു. സിമ്പിൾ കോൺഫിഗറേഷൻ ആണ്. നമുക്കിപ്പം ഇതിനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സ്റ്റഡിക്ക് വേണ്ടി നമുക്കിതിനെ വോൾട്ട് മീറ്റേഴ്സും അമ്മീറ്റേഴ്സും വെച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം. സോ എനിക്ക് ഈ ഒരു സി കോൺഫിഗറേഷൻ്റെ ഇൻപുട്ട് ക്യാരയും ഔട്ട്പുട്ട് ക്യാരയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഇൻപുട്ട് ക്യാര പ്ലോട്ട് ചെയ്യാൻ നമുക്കൊരു വോൾട്ട് മീറ്ററും വേണം, അമ്മീറ്ററും വേണം. സോ ദ വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ആ ഇൻപുട്ട് ബയാസിങ്ങിന് പാരലായിട്ടാണ്. സോ ഞാനിവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. ദെൻ അമ്മീറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. ഇൻപുട്ടിന് സീരീസ് ആയിട്ട് ഒരു അമ്മീറ്ററും കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്റർ പാരലായിട്ടും അമ്മീറ്റർ സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുക. ഇതേപോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് ക്യാര പ്ലോട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് സൈഡ്? ഔട്ട്പുട്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്യണം. വോൾട്ട് മീറ്റർ പാരലായിട്ട് ഒരു അമ്മീറ്റർ സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുക. സോ വോൾട്ട് മീറ്റർ അമ്മീറ്റർ കണക്ഷൻ കഴിഞ്ഞു. ഇൻപുട്ട് ക്യാര പ്ലോട്ട് ചെയ്യാൻ ഒരു വോൾട്ട് മീറ്റർ അമ്മീറ്റർ, ദെൻ ഔട്ട്പുട്ട് ക്യാര പ്ലോട്ട് ചെയ്യാൻ ഒരു വോൾട്ട് മീറ്റർ അമ്മീറ്റർ. ദെൻ ഇവിടെ നമ്മൾ പ്ലസ് മൈനസ്, വോൾട്ട് മീറ്ററിൻ്റെ പ്ലസ് മൈനസ് ഈസി ആയിട്ട് വരയ്ക്കാം. ഇവിടെ പ്ലസ് മൈനസ് നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ അതേ പൊളാരിറ്റി തന്നെ ഇവിടെയും കൊടുക്കുക. പ്ലസ് മുകളിലും മൈനസ് ബിലോ ആയിട്ട് കൊടുക്കുക. ദെൻ ഇവിടെ വോൾട്ട് മീറ്ററിൻ്റെ കണക്ഷൻ മുകളിൽ പ്ലസ്, താഴെ മൈനസ് ആണ്. സോ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. സോ വോൾട്ട് മീറ്ററിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. ദെൻ ഇനി നമുക്ക് അമ്മീറ്ററിൻ്റെ കണക്ഷനാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ കോമൺ എമിറ്ററിൻ്റെ കറണ്ട് ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യാം. I എന്ന് പറയുന്നത് ലീവിങ് ആണ്, ഡയറക്ഷൻ. ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് എമിറ്റർ കറണ്ട് ആണ്. സോ I ഈസ് ലീവിങ് ദ ട്രാൻസിസ്റ്റർ. സോ ഐയുടെ ഡയറക്ഷൻ ഈ രീതിയിലാണ്. I ലീവിങ് ആണെങ്കിൽ, ഇതാണ് ട്രാൻസിസ്റ്റർ, I ലീവിങ് ആണെങ്കിൽ IB ആൻഡ് IC വിൽ ബി എൻറ്ററിങ് ദ ട്രാൻസിസ്റ്റർ. IBയും ICയും എന്തായിരിക്കും? എൻറ്ററിങ് ആണ്. IB IC എൻറ്ററിങ് ആണ്, I ലീവിങ് ആണ്. I ഈസ് ഈക്വൽ ടു IB പ്ലസ് IC വെച്ചിട്ട്. എന്നാൽ ഇവിടെ നോക്കുവാണെങ്കിൽ IB ആണ് നമ്മുടെ ഇൻപുട്ട് കറണ്ട്, IC ആണ് നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട്. കാരണം എമിറ്റർ കോമൺ ടെർമിനലാണ്. ഇൻപുട്ട് ബേസ് ആണ്, ഔട്ട്പുട്ട് കളക്ടറാണ്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇൻപുട്ട് കറണ്ട് IB ആണ്. സോ IB ഡയറക്ഷൻ റൈറ്റിലേക്കാണ്, ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. സോ നമുക്ക് പ്ലസ് ടു മൈനസ് ആയിരിക്കും നമ്മുടെ കറണ്ട് ഫ്ലോ. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. സോ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ദെൻ നമ്മൾ ഔട്ട്പുട്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഇതേ രീതിയിലാണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. സോ റൈറ്റ് സൈഡിൽ പ്ലസ് കൊടുക്കുക. പ്ലസ് ടു മൈനസ് ആയിരിക്കും കറണ്ട് ഫ്ലോ. ഇവിടെ മാർക്ക് ചെയ്തതുപോലെ പ്ലസ് ടു മൈനസ്, ഇവിടെയും പ്ലസ് ടു മൈനസ്. സോ കറണ്ട് ഡയറക്ഷൻ നമ്മൾ അമ്മീറ്റർ, ഇൻപുട്ട് കറണ്ട് മെഷർ ചെയ്യാൻ IB മെഷർ ചെയ്യാൻ ഒരു മൈക്രോ അമ്മീറ്ററും ഔട്ട്പുട്ട് കറണ്ട് മെഷർ ചെയ്യാൻ ഒരു മില്ലി അമ്മീറ്ററുമാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ, സോ ഇത് നമ്മുടെ രണ്ട് പവർ സപ്ലൈ യൂസ് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് പവർ സപ്ലൈ ആൻഡ് ഔട്ട്പുട്ട് പവർ സപ്ലൈ. സോ നമ്മുടെ ഇൻപുട്ട് കറണ്ട് IB മെഷർ ചെയ്യാൻ ഒരു അമ്മീറ്റർ ഉണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എമിറ്ററിനും ബേസിനും അക്രോസ് ഉള്ള വോൾട്ടേജ്. സോ ഞാൻ അതിനെ VEB എന്ന് പറയുന്നു. ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കളക്ടറിനും എമിറ്ററിനും അക്രോസ് ആണ്. സോ ദാറ്റ് ഈസ് VCE. ദെൻ ഔട്ട്പുട്ട് കറണ്ട് IC ആണ്. സോ നമുക്ക് ആ പാരാമീറ്റേഴ്സ് ഒക്കെ ഇവിടെ ഒന്ന് എഴുതാം. ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഏതാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് എമിറ്റർ കോമൺ ആണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസ് ആണ്. സോ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് IB ആയിരിക്കും. ദെൻ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ടെർമിനൽ കളക്ടർ ആയതുകൊണ്ട് നമുക്ക് IC എന്ന് എഴുതാം.
ദെൻ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ VEB ആണ്. കാരണം അല്ലെങ്കിൽ VBE എന്ന് പറയാം, VBE അതാണ് കുറച്ചും കൂടെ കറക്റ്റ്. കാരണം ബേസ് ആണ് ഇൻപുട്ട് ടെർമിനൽ. സോ VBE. സോ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് VBE. കാരണം ബേസ് ആണ് ഇൻപുട്ട്. വിത്ത് റെസ്പെക്ട് ടു എമിറ്റർ ആണ് നമ്മൾ ഇൻപുട്ട് പറയുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു കോമൺ ആണ് എമിറ്റർ. സോ ഇൻപുട്ട് വോൾട്ടേജ് B ആണ്, കോമൺ ടെർമിനൽ E ആണ്. സോ VBE. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കളക്ടർ ആണ്. വിത്ത് റെസ്പെക്ട് ടു എമിറ്റർ പറയുമ്പോൾ VCE എന്ന് നമുക്ക് പറയാം. സോ നമ്മളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തു. നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്. ദെൻ ഇവിടെ നമുക്ക് 2 സീരീസ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യാറുണ്ട്. കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും യൂസ് ചെയ്യാറുണ്ട്. സോ ഇതാണ് ഒരു ശരിക്കും ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാര പ്ലോട്ട് ചെയ്യാനുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ആവശ്യമുള്ള പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്തു. ദെൻ നമുക്കിനി ഇൻപുട്ട് ക്യാര എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ നോക്കാം. സോ ഇൻപുട്ട് ക്യാര ഡെഫിനിഷൻ ഇതാണ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് കറണ്ട് കോമൺ എമിറ്ററിനകത്ത് ബേസ് കറണ്ട് ആണ്. ഇൻപുട്ട് വോൾട്ടേജ് VB ആണ്. VBയും IBയും അറ്റ് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ നമ്മുടെ ക്യാര പ്ലോട്ട് ചെയ്യുന്നത് ഇൻപുട്ട് കറണ്ട് എലോങ് Y ആക്സിസ്, ഇൻപുട്ട് വോൾട്ടേജ് എലോങ് X ആക്സിസ്. അപ്പം ഇൻപുട്ടാണ് രണ്ട് സൈഡിലും, X ആക്സിസിലും Y ആക്സിസിലും ഇൻപുട്ട് കറണ്ടും ഇൻപുട്ട് വോൾട്ടേജുമാണ്. ദെൻ കീപ്പിംഗ് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ്. സോ VC ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. VCയെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് ക്യാര പ്ലോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ക്യാര എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യവും കൂടെ ഒന്ന് പറയാം. സോ ഇൻപുട്ട് ക്യാര എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ബേസ് വിഡ്ത്ത് മോഡുലേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ബേസ് വിഡ്ത്ത് മോഡുലേഷൻ അതല്ലെങ്കിൽ എയർലി എഫക്റ്റ് എന്നൊക്കെ പറയും. എയർലി ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. എയർലി എഫക്റ്റ്, ബേസ് നാരോയിങ് എഫക്റ്റ് എന്നൊക്കെ നമുക്കിതിനെ പറയാം. സോ ഞാനിവിടെ ഒരു NPN അല്ലെങ്കിൽ ഒരു PNP ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യണം. സോ ഞാനിവിടെ ഒരു PNP ആണ് കൺസിഡർ ചെയ്യുന്നത്. ഏത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. സോ ഒരു PNP ട്രാൻസിസ്റ്റർ. സോ ദിസ് ഈസ് P ആൻഡ് ദിസ് ഇസ് ദ N ടെർമിനൽ ആൻഡ് ദിസ് ഇസ് ദ PNP ട്രാൻസിസ്റ്റർ. സോ കളക്ടറിൻ്റെ വിഡ്ത്ത് കൂടുതലായതുകൊണ്ടാണ് ഞാനിങ്ങനെ വരച്ചിരിക്കുന്നത്. ദെൻ എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ, 3 ടെർമിനൽസ് മാർക്ക് ചെയ്തു. എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. നമുക്കറിയാം ഫസ്റ്റ് ഡയോഡിനെ ഫോർവേഡ് ബയസ്ഡ് ആണ്. സോ P ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് the other terminal is connected to negative. Second ഡയോഡിനെ റിവേഴ്സ് ബയസ് ആണ് ചെയ്യേണ്ടത്. സോ ദിസ് P ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്, അതർ ടെർമിനൽ ഈസ് പോസിറ്റീവ്. സോ ഇത് നമ്മുടെ VEB വോൾട്ടേജ് ആണ്, ഫോർവേഡ് ബയസ്ഡ് വോൾട്ടേജ് ആണ്. ഇത് നമ്മുടെ VCB എന്ന് പറയുന്ന റിവേഴ്സ് ബയസ് വോൾട്ടേജ് ആണ്. സോ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്ററിനകത്ത് നടക്കുന്ന ഒരു എഫക്റ്റാണ് ഇയർലി എഫക്റ്റ്. സോ നമുക്ക് നോക്കാം. ആസ് VCB, അപ്പോൾ നമ്മളിവിടെ ഫോർവേഡ് ബയസ്ഡ് വോൾട്ടേജ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ അറിയാം ഇവിടുത്തെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറവായിരിക്കും. ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം ഇത് ഒരു ഫോർവേഡ് ബയസ്ഡ് PN ജംഗ്ഷനാണ്. നമുക്ക് നോക്കേണ്ടത് റിവേഴ്സ് ബയസ്ഡ് കേസാണ്. റിവേഴ്സ് ബയസ്ഡ് കേസിൽ ഇത് ബേസ് ആണ്, ഇത് കളക്ടറാണ്. ഇപ്പോൾ ഡോപ്പിംഗ് നോക്കുവാണെങ്കിൽ ലീസ്റ്റ് ഡോപ്പിംഗ് ബേസിനാണ്. കളക്ടറിൻ്റെ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്, അല്ലെങ്കിൽ കമ്പയറിംഗ് ടു ബേസ് കളക്ടറിൻ്റെ ഡോപ്പിംഗ് കൂടുതലാണ്. സോ ഈ ബേസും കളക്ടറോടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ഈ PN ജംഗ്ഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡോപ്പിംഗ് ഡിഫറൻ്റ് ആണ്. ഏറ്റവും ലീസ്റ്റ് ഡോപ്പിംഗ് ബേസിനും ഇതിന് മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. സോ നമുക്കിവിടെ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നത് കൂടുതലും ബേസിലോട്ടായിരിക്കും. കളക്ടറിലോട്ടുള്ള ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ഫുൾ വിഡ്ത്ത് കൂടുതലായിരിക്കും. കാരണം റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ എയർലി എഫക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ആസ് ദ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഇൻക്രീസസ്, VCB increases. റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് നമുക്കറിയാം ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും. പക്ഷേ ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുന്നത്
ബേസിലോട്ടായിരിക്കും കൂടുതൽ അത് പെനിട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ബേസിൻ്റെ ഡോപ്പിംഗ് കുറവാണ്. അപ്പം ഡോപ്പിംഗ് കുറഞ്ഞ റീജിയനിലോട്ടായിരിക്കും കൂടുതൽ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ക്യാരിയേഴ്സ് ഇല്ലാത്ത റീജിയനാണ്. അപ്പം ചാർജ് ക്യാരിയേഴ്സ് കുറവുള്ള റീജിയൻ എന്ന് പറയുന്നത് എൻ റീജിയനാണ്, ഡോപ്പിംഗ് കുറവാണ്. സോ ആ ഡോപ്പിംഗ് കുറഞ്ഞ റീജിയനിലോട്ട് കൂടുതൽ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. സോ ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നത് ബേസിലേക്കായിരിക്കും. സോ നമുക്ക് പറയാം ആസ് എ റിവേഴ്സ് ബയസ് വോൾട്ടേജ് VCB increases the depletion region in the collector base junction increases and the depletion width penetrate more towards base region. സോ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുതൽ പെനിട്രേറ്റ് ചെയ്തിരിക്കുന്നത് ബേസിലേക്കായിരിക്കും. സോ ഇനിഷ്യലി ഉള്ള ആ ഒരു വിഡ്ത്ത് നമ്മൾ ഇവിടം വരെയാണ് കൺസിഡർ ചെയ്തേക്കുന്നതെങ്കിൽ ആ ഒരു ബേസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് W ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ബേസിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ റെഡ്യൂസ് ചെയ്തു, അത് ഈ ഒരു വിഡ്ത്തായിട്ട് റെഡ്യൂസ് ചെയ്തു. സോ ഇതിനെയാണ് നമ്മൾ W ഡാഷ് ആയിട്ട് ആ W എന്ന് പറയുന്ന വിഡ്ത്ത് ഇതാണെങ്കിൽ ഇത് W ഡാഷ് ആയിട്ട് അത് റെഡ്യൂസ് ചെയ്തു. കാരണം കൂടുതൽ ഡിപ്ലീഷൻ റീജിയൻ ബേസിലേക്ക് പെനിട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാരണം റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച്. സോ ഡിപ്ലീഷൻ വിഡ്ത്ത് പെനിട്രേറ്റ് മോർ ടുവേർഡ്സ് ബേസ്. റീസൺ എന്താണ്? സിൻസ് ബേസ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്. സോ ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആയതുകൊണ്ട് ആ കളക്ടർ ബേസ് ജംഗ്ഷൻ ഉണ്ടാവുന്ന ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുതലും പെനിട്രേറ്റ് ചെയ്തിരിക്കുന്നത് ബേസിലേക്കായിരിക്കും. സോ നമുക്ക് പറയാം hence the base width decreases. ബേസിൻ്റെ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യും. This effect is known as base width modulation. This effect is known as Airlie effect അല്ലെങ്കിൽ ബേസ് വിഡ്ത്ത് മോഡുലേഷൻ. സോ ഈ ഒരു എയർലി എഫക്റ്റ് കാരണം ബേസിൻ്റെ വിഡ്ത്ത് കുറയുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് IB കുറയും, ബേസ് കറണ്ട് കുറയും, പക്ഷേ എമിറ്റർ കറണ്ടും കളക്ടർ കറണ്ടും ഇൻക്രീസ് ചെയ്യും. സോ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് വിഡ്ത്ത് കുറയുന്നു, ബേസ് കറണ്ട് കുറയും, IC ഇൻക്രീസ് ചെയ്യും. അതിനൊക്കെ റിലേഷൻസ് ഉണ്ട്, നമുക്കത് വേണ്ട ആവശ്യമില്ല. സോ IB ഡിക്രീസ് ചെയ്യും, ICയും ഇൻക്രീസ് ചെയ്യും. സോ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസ് വിഡ്ത്ത് മോഡുലേഷൻ കാരണം റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ബേസ് വിഡ്ത്ത് മോഡുലേഷൻ ഉണ്ടാവും. അതനുസരിച്ച് ബേസ് കറണ്ട് കുറയും, എമിറ്റർ കറണ്ടും കളക്ടർ കറണ്ടും ഇൻക്രീസ് ചെയ്യും. സോ ഇനി നമുക്ക് തിരിച്ചു വരാം നമ്മുടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഇൻപുട്ട് ക്യാരിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇൻപുട്ട് ക്യാരി നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇൻപുട്ട് കറണ്ട് വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ് അറ്റ് കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ നമ്മൾ VC എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുവാണ്. VC ഒരു 0 വോൾട്ട് ആക്കി നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി സെറ്റ് ചെയ്തു. ദെൻ VB വേഴ്സസ് IB നമ്മൾ പ്ലോട്ട് ചെയ്യും. VB വേഴ്സസ് IB. സോ നമ്മുടെ ഒരു സർക്യൂട്ട് ഡയഗ്രാം നമ്മളിപ്പോൾ ഇത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ VC ഇപ്പം 0 ആക്കി സെറ്റ് ചെയ്യുന്നു. VCയുടെ വാല്യൂ 0 ആക്കുന്നു. ഈ പവർ സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്തിട്ട് VCയുടെ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്യുന്നു. അതായത് ഔട്ട്പുട്ട് സൈഡ് നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്യുന്നു, ഔട്ട്പുട്ട് വോൾട്ടേജ്. ദെൻ നമ്മൾ ഈ ഒരു പവർ സപ്ലൈ വേരി ചെയ്ത് VB വേഴ്സസ് IB ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ശരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഈ ഒരു PN ജംഗ്ഷൻ്റെ ക്യാരയാണ്. ഈ ഒരു സൈഡിലെ ക്യാര പ്ലോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ VB വേഴ്സസ് IB പ്ലോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ PN ജംഗ്ഷൻ്റെ ക്യാര പ്ലോട്ട് ചെയ്യുവാണ്. അത് നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്തേക്കുവാണ്. ഈ PN ജംഗ്ഷൻ്റെ ഫോർവേഡ് ക്യാരയാണ് ശരിക്കും പ്ലോട്ട് ചെയ്യുന്നത്. സോ VC 0 ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാര എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ബയാസ്ഡ് PN ജംഗ്ഷൻ ക്യാരയാണ്. സോ എനിക്ക് VC 0 വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഗ്രാഫ് വാല്യൂസ് എടുക്കുവാണെങ്കിൽ VBയുടെ വാല്യൂ 0, IBയുടെ വാല്യൂ 0 ആയിരിക്കും, 0.1 0 ആയിരിക്കും. നമ്മൾ VC 0 ആയിട്ട് ഇൻപുട്ട് പവർ സപ്ലൈ വേരി ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് റീഡിങ്സ് ആയിരിക്കും കിട്ടുന്നത്. ഒരു 0.6 എത്തുമ്പോൾ എനിക്കൊരു 1 മില്ലി ആംപിയർ കിട്ടും. 0.65 എത്തുമ്പോൾ ഒരു 3 മില്ലി ആംപിയർ കിട്ടും. 0.7 എത്തുമ്പോൾ ഒരു 10 മില്ലി ആംപിയർ കിട്ടും. ഇങ്ങനെ ഒരു റീഡിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ ഇത് വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ദ ക്യാര വിൽ ബി സിമിലർ ടു ദാറ്റ് ഓഫ്
എ പി എൻ ജംഗ്ഷൻ ഡയോഡ് ക്യാര അണ്ടർ ഫോർവേഡ് ബയസ്ഡ്. സോ ഞാൻ VCE 0 വെച്ചിട്ട് ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കി. ദാറ്റ് ക്യാര വിൽ ബി സിമിലർ ടു ദാറ്റ് ഓഫ് എ PN ജംഗ്ഷൻ ഡയോഡ് ക്യാര അണ്ടർ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ. സോ ഇതാണ് VCE 0 വോൾട്ടിലുള്ള ക്യാര. ദെൻ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. VCയുടെ വാല്യൂ 3 വോൾട്ട് ആക്കി വെച്ചിട്ട് വീണ്ടും ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് VB വേഴ്സസ് IB നമ്മൾ ക്യാര പ്ലോട്ട് ചെയ്യുവാണ്. ദെൻ നമ്മൾ കോമൺ എമിറ്റർ നമ്മൾ വീണ്ടും ഈ ബയാസിങ് ഈ പവർ സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ് ഒരു 3 വോൾട്ട് അല്ലെങ്കിൽ 4 വോൾട്ട് ആക്കി സെറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഇനിയൊന്നും ചെയ്യരുത്, നമ്മൾ ഇൻപുട്ട് സൈഡിലോട്ട് വരിക. ഈ പവർ സപ്ലൈ വേരി ചെയ്ത് ഈ വോൾട്ട് മീറ്ററിൻ്റെയും അമ്മീറ്ററിൻ്റെയും റീഡിങ് നോക്കുക. VB വേഴ്സസ് IB, അതായത് സെയിം PN ജംഗ്ഷൻ്റെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ വാല്യൂസ് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഓൺലി ചേഞ്ച് എന്താണ്, VCയുടെ വാല്യൂ നമ്മൾ 3 വോൾട്ട് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ റീഡിംഗ് എടുക്കുമ്പോൾ ഇത് 3 വോൾട്ട് ആക്കിയിട്ട് സെയിം റീഡിംഗ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. 0ൽ 0 ആണ്, 0.1ൽ 0 ആണ്, ദെൻ 0.2 എല്ലാം 0 ആണ്. 0.6ൽ നോക്കുമ്പം എനിക്കിവിടെ നേരത്തെ 2 ആണെന്ന് വിചാരിക്കുക. 2 ആണ് കിട്ടിയെങ്കിൽ ഇവിടെ എനിക്ക് 1 ആയിരിക്കും എനിക്ക് കിട്ടുന്ന വാല്യൂ, 1 മൈക്രോ ആംപിയർ. 2 മൈക്രോ ആംപിയറിന് വരെ ഇവിടെ 1 ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. 0.65ൽ നോക്കിയപ്പോൾ 3ൽ നിന്നും അത് 2 ആയി. ദെൻ 0.7ൽ നോക്കിയപ്പോൾ അത് 8 ആയി. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ടേബിൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0ൽ നിന്നും 3 വോൾട്ടിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ റിവേഴ്സ് ബയസ് വോൾട്ടേജ് 0ൽ നിന്നും ഒരു 3 വോൾട്ട് കോൺസ്റ്റന്റ് വാല്യൂയിലേക്ക് ചേഞ്ച് ചെയ്ത് റീഡിംഗ് എടുത്തപ്പോൾ ബേസ് കറണ്ട് കുറയുന്നു. ആ PN ജംഗ്ഷൻ്റെ ഫോർവേഡ് ക്യാര നോക്കുകയാണെങ്കിൽ ബേസ് കറണ്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. കുറയുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ക്യാര പ്ലോട്ട് ചെയ്തു. VC ഈസ് ഈക്വൽ ടു 3 വോൾട്ട്. 3 വോൾട്ടിലുള്ള PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ക്യാരയാണ് നമുക്ക് കിട്ടുന്നത്. സോ അത് IB ഡിക്രീസ് ചെയ്യുന്നു. അതാണ് നമുക്ക് എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഈ IB ഡിക്രീസ് ചെയ്യാനുള്ള റീസൺ, ഈ VCയുടെ വാല്യൂ 0ൽ നിന്ന് 3 വോൾട്ട് ആക്കി. VC എന്ന് പറഞ്ഞാൽ ശരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ആണ്. അപ്പോൾ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് IB ഡിക്രീസ് ചെയ്യും. IB ഡിക്രീസസ് ഡ്യൂ ടു എയർലി എഫക്റ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എയർലി എഫക്റ്റ് കാരണം IBയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. ആസ് ദ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഇൻക്രീസസ്, റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഇൻക്രീസ് അനുസരിച്ച് സംഭവിക്കുന്ന ഒരു എഫക്റ്റാണ് എയർലി എഫക്റ്റ്. എയർലി എഫക്റ്റിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്ന IB ഡിക്രീസ് ചെയ്യും. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന കറണ്ട് IB ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്യാര റൈറ്റിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ അതും കൂടെ നമ്മൾ മെൻഷൻ ചെയ്യണം. വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് VCE, the input current IB decreases due to early effect. So ഇതാണ് നമ്മുടെ ഇൻപുട്ട് ക്യാര. ഓക്കെ, ദെൻ നമുക്ക് ഇനി ഔട്ട്പുട്ട് ക്യാര എങ്ങനെ പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഔട്ട്പുട്ട് ക്യാര ഡെഫിനിഷൻ ഇതാണ്. ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഔട്ട്പുട്ട് കറണ്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് കറണ്ട്. ഇൻപുട്ട് കറണ്ട് ആണ്, ഇൻപുട്ട് വോൾട്ടേജ് അല്ല. സോ ഔട്ട്പുട്ട് ക്യാര നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് കറണ്ടും ദാറ്റ് ഈസ് IC, ഔട്ട്പുട്ട് വോൾട്ടേജ് അതായത് VCയും കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത് IB ആണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്. IB 0 മൈക്രോ ആംപിയർ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ റീഡിംഗ് എടുക്കുന്നു. റീഡിംഗ് മീൻസ് ഔട്ട്പുട്ട് വോൾട്ടേജും ICയും തമ്മിലുള്ള റീഡിംഗ് എടുക്കുന്നു. ഔട്ട്പുട്ട് കറണ്ട് നമ്മൾ റീഡിംഗ് എടുക്കുന്നു. ദെൻ ഈ എക്സ്പെരിമെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. IB ഒരു 20 മൈക്രോ ആംപിയർ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ അഗെയിൻ VCE വേഴ്സസ് IC ഗ്രാഫ് എടുക്കുന്നു. ദെൻ IBയുടെ വാല്യൂ വീണ്ടും സെറ്റ് ചെയ്യുന്നു. 40 മൈക്രോ ആംപിയർ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ VC വേഴ്സസ് IC ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വാല്യൂസ് നമുക്ക് ഇങ്ങനെ IBയുടെ വാല്യൂ, ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് IB നമുക്ക് പ്ലോട്ട് ചെയ്യാം. സോ ഞാനിവിടെ IB 0 ആക്കി സെറ്റ് ചെയ്യുന്നു. സോ എങ്ങനെയാണ് IB 0 ആക്കുന്നത്? ഇവിടെ IB ആണ് നമുക്ക് 0 ആക്കുന്നത്. അപ്പം ഈ ഒരു പവർ സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ IBയുടെ വാല്യൂ 0 മൈക്രോ ആംപിയർ ആക്കി സെറ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ വീണ്ടും ഔട്ട്പുട്ട് സ്റ്റേജിലോട്ട് ഔട്ട്പുട്ട് ക്യാരയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. സോ ഈ പവർ സപ്ലൈ വേരി ചെയ്ത് VCE വേഴ്സസ് IC ഗ്രാഫ് നോക്കുക. അപ്പോൾ ഈ ഒരു ഡയോഡിൻ്റെ റിവേഴ്സ് ക്യാരയാണ് ശരിക്കും മെഷർ ചെയ്യുന്നത്. ഈ ഡയോഡ് റിവേഴ്സ് ബയസ് ചെയ്തേക്കുവാണ്. സോ VC IC മീൻസ് ദാറ്റ് ഈസ് എ റിവേഴ്സ് ക്യാര. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയോഡിൻ്റെ റിവേഴ്സ് ക്യാര എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. ഇനിഷ്യലി ഒരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, ദെൻ ബ്രേക്ക് ഡൗൺ നടക്കുവാണെങ്കിൽ ഇങ്ങനെ പോകും.
സോ ഈ ക്യാരയാണ് നമുക്ക് ശരിക്കും ഔട്ട്പുട്ട് ക്യാരയായിട്ട് കിട്ടുന്നത്. ഇൻപുട്ട് നമ്മൾ പറഞ്ഞു ഫോർവേഡ് ക്യാരയാണ്, ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ് ചെയ്തേക്കുവാണ്. സോ ഇത് വേരി ചെയ്ത് VC-IC ഗ്രാഫ് എന്ന് പറയുന്നത് റിവേഴ്സ് ക്യാര ഓഫ് ഡയോഡാണ്. അത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് തന്നെ നമ്മൾ ഈ ഒരു തേർഡ് ക്വാഡ്രൻ്റല്ല വരയ്ക്കുന്നത്, ഇതിനെ ഫസ്റ്റ് ക്വാഡ്രൻ്റിലാക്കിയാണ് നമ്മൾ ശരിക്കും ഔട്ട്പുട്ട് ക്യാര പ്ലോട്ട് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം ഇൻപുട്ട് 0 ആക്കിയിട്ട് IC വേഴ്സസ് VC ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ദാറ്റ് ക്യാര വിൽ ബി സിമിലർ ടു ദാറ്റ് ഓഫ് റിവേഴ്സ് ബാസ്ഡ് ക്യാര ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്. സോ IB ഈസ് ഈക്വൽ ടു 0 മൈക്രോ ആംപിയറിൻ്റെ ക്യാര. നമ്മൾ ശരിക്കും ഇത് വരയ്ക്കേണ്ടത് ഈ ഒരു ക്വാഡ്രൻ്റിലാണ്, ഞാനതിനെ ഫസ്റ്റ് ക്വാഡ്രൻ്റിലാക്കി വരച്ചു എന്നേ ഉള്ളൂ. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന 0 മൈക്രോ ആംപിയറിൻ്റെ ക്യാര. സോ ഇവിടെ ഞാൻ 0യിൽ എനിക്ക് 0 കിട്ടി, 1 വോൾട്ടിന് എനിക്കൊരു 1 മില്ലി ആംപിയർ കിട്ടി, 2ൽ 2, 3 ഇങ്ങനൊരു വാല്യൂ ആയിരിക്കും സ്ലോലി ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു വാല്യൂ. അതാണ് IB 0 മൈക്രോ ആംപിയറിലുള്ള ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ദെൻ IB 20 മൈക്രോ ആംപിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. സോ എങ്ങനെയാണ് IB 20 മൈക്രോ ആംപിയർ ആയിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് സെറ്റ് ചെയ്യുവാണ്. നമ്മൾ ഈ പവർ സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ 20 മൈക്രോ ആംപിയർ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ വീണ്ടും ഇവിടേക്ക് വരുന്നു, ഇവിടേക്ക് വന്ന് ഈ പവർ സപ്ലൈ വേരി ചെയ്ത് ഈ വോൾട്ട് മീറ്റർ അമ്മീറ്റർ റീഡിങ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. സോ ഒറ്റ ചേഞ്ചേ ഉള്ളൂ, ഇൻപുട്ടിലെ കറണ്ട് 0യിൽ നിന്ന് 20 മൈക്രോ ആംപിയർ ആയിട്ടാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ദെൻ എന്നിട്ട് ഔട്ട്പുട്ട് ക്യാര ചെയ്യുവാണ്. സോ ഇങ്ങനെ ഔട്ട്പുട്ട് ക്യാര നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് 0യിൽ 0 ആണ്, 1ൽ എനിക്കൊരു 2 കിട്ടി, 2ൽ എനിക്കൊരു 4 കിട്ടി, 3ൽ എനിക്കൊരു 6 കിട്ടി. സോ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം, IC ഇൻക്രീസ് ചെയ്യുന്നതായിട്ട്. കാരണം IB കൂടുവാണ്, ഇൻപുട്ട് കറണ്ട് കൂടുന്നതനുസരിച്ച് ഔട്ട്പുട്ട് കറണ്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണാം. സോ ആ ഗ്രാഫ് ഞാൻ വരയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ദിസ് ഈസ് IB ഈസ് ഈക്വൽ ടു 20 മൈക്രോ ആംപിയർ. ദെൻ വീണ്ടും എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണ്. 0 0, 1ൽ എനിക്ക് 3 കിട്ടി, 2ൽ എനിക്ക് 6 കിട്ടി, ദെൻ 3ൽ എനിക്ക് 8 കിട്ടി. വീണ്ടും ഇത് റാൻഡമായിട്ട് ഞാൻ വാല്യൂസ് ഇട്ടേക്കുവാണ്. വീണ്ടും കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ റിവേഴ്സ് കറണ്ടിൻ്റെ വാല്യൂ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ദിസ് ഈസ് IB കറസ്പോണ്ടിങ് ടു 40 മൈക്രോ ആംപിയർ. ദെൻ വീണ്ടും നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാം. ദിസ് ഈസ് IB ഈസ് ഈക്വൽ ടു 60 മൈക്രോ ആംപിയർ. സോ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ദെൻ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്യാര മെഷർ ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ വെച്ചിട്ടാണ്. ഈ IB 0 ഇൻപുട്ട് കറണ്ട് 0 സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു റീജിയനെ, അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള ഈ റീജിയനെയാണ് നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. സോ ദിസ് റീജിയൻ ഈസ് നോൺ ആസ് കട്ട് ഓഫ് റീജിയൻ. സോ ഞാൻ ആ റീജിയൻ മാർക്ക് ചെയ്യുവാണ്. ദിസ് റീജിയൻ ഈസ് നോൺ ആസ് കട്ട് ഓഫ് റീജിയൻ. ദെൻ നമുക്ക് അടുത്ത റീജിയൻ പറയാം. അതിന് ടോപ്പിലേക്ക് വരുന്ന ആ ഒരു റീജിയനെ ഞാൻ ഒരു പേര് പറയുവാണ്. ദാറ്റ് റീജിയൻ ഈസ് നോൺ ആസ് ആക്റ്റീവ് റീജിയൻ. സോ ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ആക്റ്റീവ് റീജിയൻ. ഈ IB 0യ്ക്ക് മുകളിലേക്കുള്ള ആ ക്യാര പോകുന്നത് ആക്റ്റീവ് റീജിയൻ ആണ്. ദെൻ ഈ VCയുടെ വാല്യൂ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന റീജിയനെ നമുക്ക് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയാം. 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന റീജിയനെ നമുക്ക് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയാം. സോ ദിസ് റീജിയൻ ക്ലോസ് ടു ദ Y ആക്സിസ്, ദിസ് റീജിയൻ ഈസ് നോൺ ആസ് സാച്ചുറേഷൻ. ഇപ്പം 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. കട്ട് ഓഫ്, ആക്റ്റീവ് ആൻഡ് സാച്ചുറേഷൻ. സോ ഈ 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് കട്ട് ഓഫ് റീജിയൻ, ആക്റ്റീവ് റീജിയൻ. സോ നമ്മൾ ഔട്ട്പുട്ട് ക്യാര എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു IB 0 ആകുമ്പോൾ ദാറ്റ് റീജിയൻ ഓഫ് ഓപ്പറേഷൻ ഈസ് നോൺ ആസ് കട്ട് ഓഫ് റീജിയൻ. സോ IB 0 ആവുന്ന സമയത്ത് നമുക്ക് നോക്കാം. IB 0 മീൻസ് ദിസ് കറണ്ട് ഈസ് 0. ഇൻപുട്ടിലെ കറണ്ട് 0 ആണ്. ഇൻപുട്ടിലെ കറണ്ട് 0 മീൻസ് ദിസ് ഡയോഡ് ഈസ് ഓഫ്.
ഇത് ഓഫ് ആണ്, അല്ലെങ്കിൽ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. നമ്മൾ മെഷർ ചെയ്യുന്നത് റിവേഴ്സ് ക്യാരിയാണ്. ഔട്ട്പുട്ട് ഓൾറെഡി റിവേഴ്സ് ബയാസ്ഡ് ആണ്. വി സി ഇൻക്രീസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ബയാസ്ഡ് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ഇൻപുട്ട് കറണ്ടോട് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡയോഡ്സും റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ അത് രണ്ട് റിവേഴ്സ് ബയാസ്ഡ് ആവുന്ന കണ്ടീഷനെയാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. കണ്ടോ, ദിസ് റീജിയൻ ഈസ് നോൺ ആസ് കട്ട് ഓഫ് റീജിയൻ. അതിൻ്റെ റീസൺ ഇതാണ്, ബോത്ത് ജംഗ്ഷൻസ് ആർ റിവേഴ്സ് ബയാസ്ഡ്. ദെൻ നമ്മൾ വീണ്ടും ഐ ബി ഇൻക്രീസ് ചെയ്തു. ഐ ബി 20 മൈക്രോ ആംപിയർ ആയിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഐ ബി 20 മൈക്രോ ആംപിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ ക്യാരി പ്ലോട്ട് ചെയ്തു, സെക്കൻഡ് കേസ്. സോ അവിടെ നമുക്ക് കിട്ടുന്നത് നോക്കാം. സോ ഐ ബി എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തു? 20 മൈക്രോ ആംപിയർ. 20 മൈക്രോ ആംപിയർ മീൻസ് ഈ ഡയോഡ് ഓൺ ആണ്. ഈ ഡയോഡ് ഓൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 20 ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ദിസ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്, ഫിക്സഡ് ആണ്. ഇത് ഫോർവേഡ് ബയാസ് ആക്കി വെച്ചേക്കുവാണ്. ദെൻ വി സി ഇൻക്രീസ് ചെയ്ത് ഐ സി പ്ലോട്ട് ചെയ്യുവാണ്. സോ വി സി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ആണ്. വി സി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് ഡയോഡ് ഫോർവേഡ്, സെക്കൻഡ് ഡയോഡ് റിവേഴ്സ്. ആ മോഡ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആക്റ്റീവ് മോഡാണ്. സോ അതുകൊണ്ടാണ് ഈ ഔട്ട്പുട്ട് ക്യാരിയുടെ ഇൻപുട്ട് കറണ്ട് 20, 40, 60 സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാരിയെ നമ്മൾ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇൻപുട്ട് ഫോർവേഡും ഔട്ട്പുട്ട് വി സി ഇൻക്രീസ് ചെയ്യുന്ന കേസുമാണ്. വി സി ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ റിവേഴ്സ് ബയാസ് വോൾട്ടേജ്. സോ ഇങ്ങോട്ട് പോകുന്തോറും റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുവാണ് അല്ലേ. ഈ ഒരു ക്യാര കാരണം നമ്മൾ ഈ കോർണറിൽ വരയ്ക്കേണ്ട ക്യാരയാണ്, ഞാൻ അതിനെയാണ് റിവേഴ്സ് ക്യാരി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്തോറും റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുവാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ അതിനൊരു ഫോർവേഡ് നേച്ചറും വരുവാണ്. ഇപ്പുറത്തോട്ട് പോകുമ്പോൾ അത് ഫോർവേഡാണ്. ഇത് ഫോർവേഡ് ബയാസ്ഡും ഇത് ആണ് നമ്മൾ റിവേഴ്സ് ക്യാരി ആയിട്ട് ഡയോഡിൻ്റെ കേസിൽ പഠിച്ചിട്ടുള്ളത്. അപ്പം ഈ സൈഡിലേക്ക് പോകുന്തോറും റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുവാണ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിലാക്കി വരച്ചേക്കുവാണ്. സോ ഫസ്റ്റ് ക്വാർട്ടറിലാക്കി വരയ്ക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൂടുവാണ്. അപ്പം നമുക്ക് നോക്കാം. ഐ ബി 20, 40, 60 മീൻസ് ഇൻപുട്ട് ഫോർവേഡ് ആണ്, ഔട്ട്പുട്ട് ഈസ് വി സി ഇൻക്രീസ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് റിവേഴ്സ് ബയാസ് ഈസ് ഇൻക്രീസിങ്. സോ ഇൻപുട്ട് ഫോർവേഡും ഔട്ട്പുട്ട് റിവേഴ്സ് ബയാസ്ഡും ദാറ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് നോൺ ആസ് ആക്റ്റീവ്. സോ ആക്റ്റീവ് റീജിയൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ എ കർവ് ഈസ് ഡ്രോൺ ബിറ്റ്വീൻ ഔട്ട്പുട്ട് കറണ്ട് ഐ സി ആൻഡ് വി സി ഇ, ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് കോൺസ്റ്റന്റ് ഇൻപുട്ട് കറണ്ട് 20 മൈക്രോ ആംപിയർ. ഉണ്ടോ, 20 മൈക്രോ ആംപിയർ ആകുമ്പോൾ ആ ഒരു റീജിയനെ, അല്ലെങ്കിൽ 40 ആകുമ്പോൾ ആ ഒരു റീജിയനെയാണ് നമ്മൾ ആക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ദിസ് സ്റ്റെപ്പ് ഈസ് റിപ്പീറ്റഡ് ഫോർ ഹയർ ഇൻപുട്ട് കറണ്ട്. ഇപ്പോൾ 40, 60, 80 ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്ന റീഡിങ്സ് എല്ലാം ആക്റ്റീവ് റീജിയന് കറസ്പോണ്ട് ആണ്. ദെൻ the region close to VC is equal to 0 is known as saturation. സോ ഈ വി സിയുടെ വാല്യൂ നമ്മൾ അധികം ഇൻക്രീസ് ചെയ്യുന്നില്ല. വി സിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിവേഴ്സ് ബയാസ് കൂടുവാണ്. സോ വി സിയുടെ വാല്യൂ 0-ൽ, അല്ലെങ്കിൽ ഒരു വി സിയുടെ വാല്യൂ വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനൊരു ഫോർവേഡ് നേച്ചർ, ഔട്ട്പുട്ട് സൈഡിൽ ഒരു ഫോർവേഡ് നേച്ചർ വരുമ്പോൾ, ഇത് അപ്രോച്ചിങ് 0 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്തോറും റിവേഴ്സ് ബയാസ് കുറയുവാണ്, അല്ലെങ്കിൽ ഫോർവേഡ് നേച്ചർ ആവുകയാണ്. So as VC approaching 0 means the output is forward biased. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു 20, 40, 60 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡാണ്. അത് ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് ഫോർവേഡ് ആണ്. ഔട്ട്പുട്ട് അപ്രോച്ചിങ് വി സി ഈസ് ഈക്വൽ ടു 0 മീൻസ് ഔട്ട്പുട്ടും ഫോർവേഡ് ആണ്. സോ നമ്മുടെ രണ്ട് ഡയോഡും ഫോർവേഡ് ആണ്. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 20, 40, 60, 80 വാല്യൂസ് ആണ്. അപ്പോൾ ഇൻപുട്ട് ഫോർവേഡ് ആണ്. വി സിയുടെ വാല്യൂ ആർ ബി ഡിക്രീസ് ചെയ്യാണ്. വി സിയുടെ വാല്യൂ അപ്രോച്ചിങ് 0 മീൻസ് ദിസ് ഈസ് ഫോർവേഡ്. സോ നമുക്ക് പറയാം രണ്ട് ഡയോഡും ഫോർവേഡ് ആണ്. രണ്ട് ഡയോഡും ഫോർവേഡ് ആവുന്നത് കൊണ്ടാണ് നമ്മളതിനെ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. സോ ഞാൻ വി സി 0 ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വി സിയുടെ വാല്യൂ വെരി സ്മോൾ ആയിട്ടുള്ള റീജിയനെ നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയും. ബിക്കോസ് ബോത്ത് ഡയോഡ്സ്, അല്ലെങ്കിൽ ബോത്ത് ജംഗ്ഷൻസ് ആർ ഫോർവേഡ് ബയസ്ഡ്. അതാണ് നമുക്ക് സാച്ചുറേഷൻ റീജിയൻ. അപ്പം ദർ ആർ 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ. ഇപ്പം നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ 3 റീജിയൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. കട്ട് ഓഫ് റീജിയൻ, ആക്റ്റീവ് റീജിയൻ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ അപ്പം സിയുടെ ഇൻപുട്ട് ക്യാരി, ഔട്ട്പുട്ട് ക്യാരി നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് 3 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. നമ്മളതിനകത്ത് സി കോൺഫിഗറേഷനാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് ഇതിനകത്ത് ഒരു ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ദ കറണ്ട് ഗെയിൻസ് ഇൻ സി, സി ബി ആൻഡ് സി സി. അപ്പോൾ നമുക്ക് ആദ്യം സി ബി ഡിഫൈൻ ചെയ്യാം. സി ബിയുടെ കറണ്ട് ഗെയിൻ. ഇപ്പോൾ കറണ്ട് ഗെയിൻ ഇൻ സി ബി,
നമ്മൾ ആൽഫ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൽഫ, ബീറ്റ, ഗാമയാണ്. കോമൺ ബേസിൻ്റെത് ആൽഫയാണ്. കോമൺ ബേസിനകത്ത് ഔട്ട്പുട്ട് കറണ്ട്, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ബേസ് ആണ്. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കളക്ടറാണ്. സോ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്, കോമൺ ബേസിനകത്ത് ഇൻപുട്ട് കറണ്ട് എമിറ്റർ ആണ്. സോ എമിറ്റർ കറണ്ട് ഡെൽറ്റ ഐ ഇ. സോ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ ആണ് ആൽഫയുടെ ഡെഫിനിഷൻ. ദെൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ പറയുവാണെങ്കിൽ അവിടെ കറണ്ട് ഗെയിൻ നമ്മൾ ബീറ്റ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കോമൺ എമിറ്ററിനകത്തും ഔട്ട്പുട്ട് കറണ്ട് ഐ സി ആണ്. സോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറണ്ട്. ഇൻപുട്ട് കറണ്ട് ബേസ് കറണ്ട് ആണ്. കോമൺ ബേസിനകത്ത് ബേസ് കോമൺ, കോമൺ എമിറ്ററിനകത്ത് എമിറ്റർ കോമൺ. സോ ഇൻപുട്ടും അല്ല ഔട്ട്പുട്ടും അല്ല കോമൺ എമിറ്ററിനകത്ത് എമിറ്റർ എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് ഐ സി ആണ്, ഇൻപുട്ട് കറണ്ട് ഐ ബി ആണ്. സോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് ബൈ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. സോ ആ വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തു. കോമൺ കളക്ടർ എടുക്കുവാണെങ്കിൽ ഗാമ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവിടെ ഔട്ട്പുട്ട് കറണ്ട് ഐ ഇ ആണ്. കോമൺ കളക്ടർ കോമൺ ടെർമിനലാണ്. ഇൻപുട്ട് കറണ്ട് ഐ ബി ആണ്. സോ ആൽഫ, ബീറ്റ, ഗാമയുടെ ഡെഫിനിഷൻസ് ഇതാണ്. നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ അല്ലെങ്കിൽ ഗാമ, ഈ റിലേഷൻസ് ആണ്. സോ നമുക്കതിൻ്റെ ബേസിക് ഇക്വേഷൻ തന്നെ എഴുതാം. ഐ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. നമുക്കല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡെൽറ്റ കറണ്ട്, ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ബി പ്ലസ് ഡെൽറ്റ ഐ സി ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഐ സി. സോ ഡെൽറ്റ ഐ സി കൊണ്ട് ത്രൂ ഔട്ട് ബൈ ഡെൽറ്റ ഐ സി. ഡെൽറ്റ ഐ സി കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐ സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ബി ബൈ ഡെൽറ്റ ഐ സി പ്ലസ് ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ സി 1. സോ ത്രൂ ഔട്ട് ഈ ഒരു ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് നോക്കാം ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ ഐ സി എന്താണ്. ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ ഐ സി ഇവിടെ നോക്കുവാണെങ്കിൽ 1 ബൈ ആൽഫയാണ്. സോ ഞാൻ അതിന് 1 ബൈ ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽറ്റ ഐ ബി ബൈ ഡെൽറ്റ ഐ സി എന്ന് പറഞ്ഞാൽ 1 ബൈ ബീറ്റയാണ്. സോ 1 ബൈ ബീറ്റ പ്ലസ് 1. സോ ഇതിൽ നിന്ന് നമുക്ക് ആൽഫയുടെ റിലേഷൻ കണ്ടുപിടിക്കാം. ബീറ്റ പ്ലസ് 1 ബൈ ബീറ്റ ഈക്വൽ ടു 1 ബൈ ആൽഫ, ഓർ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ ബീറ്റ പ്ലസ് 1. സോ ഇതാണ് ആൽഫ ബീറ്റ റിലേഷൻ. സിമിലർലി നമുക്ക് ഗാമയായിട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. ഡെൽറ്റ ഐ ഇ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ബി പ്ലസ് ഡെൽറ്റ ഐ സി. സോ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡെൽറ്റ ഐ ബി, ത്രൂ ഔട്ട് ബൈ ഡെൽറ്റ ഐ ബി. നേരത്തെ ഡെൽറ്റ ഐ സി കൊണ്ട് ഡിവൈഡ് ചെയ്ത പോലെ ഡെൽറ്റ ഐ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐ ബി, ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐ ബി ഈക്വൽ ടു ഡെൽറ്റ ഐ ബി ബൈ ഡെൽറ്റ ഐ ബി, അതായത് 1 ആണ്, പ്ലസ് ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി. സോ ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ ഐ ബിക്കാണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. ഗാമ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഇത് ബീറ്റയാണ്. സോ ബീറ്റ പ്ലസ് 1, ഗാമ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ. ഇനി ആൽഫയും ഗാമയായിട്ട് റിലേഷൻ ആണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമുക്ക് ഏത് റിലേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിനി അടുത്ത ലെക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത മോഡ്യൂൾ, അതായത് ആംപ്ലിഫയർ സെക്ഷനാണ്. അതിൽ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ സി ആംപ്ലിഫയറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.